പിന്നെ അവിടെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത് നമ്മളെ ആൾക്കാരാ. അതുപോലെ ഏരിയയിൽ കുറെ ആൾക്കാർ വോട്ടർമാരുണ്ട്. അത് നമുക്ക് കിട്ടണം. അപ്പൊ ഓര് പറഞ്ഞ എന്താ വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് സമ്മതിക്കാലോ. നമുക്ക് നമ്മുടെ നേതാവാളാ വരണ്ടേ, വോട്ട് ചോദിച്ചാൽ വരും കേട്ടോ. ഇപ്പൊ നമ്മളെ എന്ത് പറഞ്ഞാലും ഇവിടെ അംഗീകരിക്കും. നമുക്ക് ഈ റോഡിന്റെ കാര്യം അവരോട് പറഞ്ഞാലോ. തുഷാരേ, ഇത് മണ്ഡലം പ്രസിഡന്റ് കേട്ടോ. ഇർഷാദേ, ഇലക്ഷൻ ആയത് അറിയാലോ, വോട്ട് നമ്മളെ പാർട്ടിക്ക് തന്നെ കേട്ടോ. ഓനല്ല ഇർഷാദ്, ഞാനാണ് ഇർഷാദ്. ആയിക്കോട്ടെ, നിങ്ങളെ വോട്ട് ഞമ്മക്ക് തന്നെ. ഈ കണ്ണട വെച്ചാൽ ആരും മുത്തക്ക് നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. വോട്ടൊക്കെ തരാം. ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കി തരണം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വോട്ട് നിങ്ങൾക്ക് തന്നെയാണ്. എന്ത് പ്രശ്നം? പ്രശ്നം കാണിച്ചു തരാം. ഇവിടെ വരി. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഇത്രയും പെരീക്കുള്ള ബജ്ജാണിത്. ഈ റോഡ് ശരിയാക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിന് ചാടി കിടന്ന പോണ്ട്. ഇതിന് നിങ്ങളൊരു പരിഹാരം കാണണം. ഓ അങ്ങനെയാണല്ലേ. അനീസേ, ഗതാഗത മന്ത്രിക്കൊന്ന് വിളിച്ച. ഗതാഗതമല്ല, പൊതുമരാമത്താണ്. ഏതിലും നമ്പർ അടിച്ചു കൊണ്ടേച്ച്. ഇങ്ങനെയുണ്ട്. ആ സാർ, നമ്മളെ വാർഡിലേ ഒരു റോഡിന്റെ ഇഷ്യൂ ഉണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും ആ റോഡ് പെട്ടെന്ന് കെട്ടി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ സാർ. അല്ല, നിങ്ങൾ അടുത്ത പ്രശ്നം പറയും. ഞങ്ങളുടെ നാട്ടിലെ ഒരു ഫോണിനും റേഞ്ച് ഇല്ല. ഇവിടെ ആ റേഞ്ചും കൂടി നിങ്ങൾക്ക് ശരിയാക്കി തരാം. അനീസേ, ഗതാഗത മന്ത്രിക്ക് ഒന്നും പറയാൻ വിളിച്ച. ഗതാഗതമല്ല, ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഏത് വാപ്പാക്കിലൊന്ന് വിളിച്ച് ഫോൺ കൊണ്ടേച്ച്. സാറേ, ആ റോഡ് ശരിയാക്കണ കൂട്ടത്തിൽ കൂടി ആ റേഞ്ചും കൂടെ ശരിയായി പോവാ. അപ്പളേ വോട്ടൊക്കെ ഞമ്മക്കന്നെ. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. അല്ല, പക്ഷെ അതൊക്കെ നടക്കുവോ? എനിക്ക് മനസ്സിലായിട്ടാണ് ഈ റേഞ്ചില്ലാത്തടത്ത് തന്നെ ഒരു വിളിച്ചതേ.